ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. ഇപ്പോൾ കൊല്ലം MP യുടെ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നമ്മളൊപ്പം ചേരുകയാണ്. സാധാരണ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന പോലെ തന്നെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ എക്സാമിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഉണ്ടോ? അങ്ങനെ ടെൻഷൻ ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. പക്ഷേ ഇതൊരു സന്നിഗ്ധാവസ്ഥയുണ്ട്. ഈ പ്രാവശ്യം വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. അതിൽ പ്രധാനമായും CPM-ഉം LDF-ഉമാണ്. അതിൻ്റെ 27-ാം തീയതി അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. അന്ന് മുതൽ തന്നെ അവർ വിപുലമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ആരംഭിക്കാൻ തന്നെ ഞങ്ങൾ മാർച്ച് 2-ാം തീയതി മുതലാണ് ആരംഭിച്ചത്. സത്യത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇത്രയും അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിക്കുന്നത് വളരെ ഇതൊരിക്കലും തോന്നുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. ഇതൊരു വലിയ ചെലവല്ലേ? അതാണ്, എത്ര ദിവസം ഇത് നീളുന്നുവോ അത്രയും സാമ്പത്തിക ബാധ്യതയും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരുടെയും ആഗ്രഹം. ഇത് മെയ്യിലോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സാഹസികമായിരിക്കും കേരളം. കാരണം 37-38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ. അപ്പോൾ ഈ ചൂടിൽ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒരു ഭാഗത്ത്, സാമ്പത്തിക ബാധ്യത അതിനേക്കാളേറെയാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ, ഇലക്ഷൻ നടത്താൻ കഴിയണമെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ പൊതുവായി എല്ലാവരും താല്പര്യപ്പെടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു രീതിയല്ല. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭ വരെ മത്സരിച്ച ഒരാൾ. അതുകൊണ്ട് തന്നെ എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രഡിക്ഷൻ പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ ഒരു സൂചനയും നൽകിയിട്ടില്ല. സാധാരണഗതിയിൽ വരുന്നത് രണ്ടാം ഘട്ടം അല്ലെങ്കിൽ 3-ാം ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. മാത്രമല്ല, മുൻകാലങ്ങളിൽ മാർച്ച് 1-നും മാർച്ച് 9-ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. മാർച്ച് 9-നാണ്. അതിനു മുമ്പൊക്കെ മാർച്ച് 1-നായിരുന്നു കൃത്യമായി അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഏപ്രിൽ മാസം 15-നകം അല്ലെങ്കിൽ ഏപ്രിൽ മാസം 20-നകം വരുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 16-ന് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സജ്ജമാകാൻ വളരെ നേരത്തെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ഡയറക്ഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഏപ്രിൽ 16-ാം തീയതി മുതൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആരംഭിച്ചാൽ 2-ാം ഘട്ടം 20-ാം തീയതിയോ 21-ാം തീയതിയോ അല്ലെങ്കിൽ 25-ാം തീയതിക്ക് മുമ്പായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് സാധാരണഗതിയിൽ. അല്ലാതെയുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് മെയ് മാസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ. കാരണം BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരമാവധി സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കാനുള്ള ആലോചനയും നീക്കവും നടക്കുന്നുണ്ട് എന്നുള്ള രാഷ്ട്രീയ ശ്രുതിയും നടക്കുന്നുണ്ട്. അതായത് ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. അതായത് സാധാരണ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഡേറ്റ് പ്രഖ്യാപിക്കുന്നു എന്ന് വെച്ചു, അതിനുശേഷം പല സ്ഥാനാർത്ഥികളും കേട്ടിട്ടുള്ളത് ജ്യോത്സ്യന്മാരുടെയൊക്കെ പോകാന്നുള്ള പതിവുണ്ട്. അങ്ങനെ ഒരു പതിവുണ്ടോ? അല്ല, എൻ്റെ വൈഫ് മിക്കവാറും സമയം നോക്കി തന്നെയാണ് ഞങ്ങൾ ഈ നോമിനേഷൻ കൊടുക്കാറുള്ളത്. അവരത് നോക്കാറുണ്ട്. നോക്കി ആ സമയത്ത് മാത്രമല്ല, പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു നിർബന്ധിതമായിട്ടുള്ള താല്പര്യമാണ്. സ്വാഭാവികമായിട്ടും സമയമൊക്കെ നോക്കി തന്നെയാണ് നോമിനേഷൻ കൊടുക്കാറുള്ളത്. ഈ നോക്കുന്ന കാര്യത്തിൽ സോഷ്യലിസം ഉണ്ട്. അതൊക്കെ മിക്കവാറും സന്തോഷം. രാവിലെ തന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഒപ്പം ചേർന്നതിന്